നാളെ വിഷുവല്ലേ. വിഷുക്കണിക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങൾക്കുമായിട്ട് സ്മാർട്ട് ബസാറിലേക്കാണ് ഞാനും അമ്മയും ഇന്ന് വന്നത്. കുറച്ച് മസാലയും പാലും പിന്നെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് ബില്ല് ചെയ്തതിന് ശേഷം നേരെ പോയത് വിഷു സെക്ഷനിലേക്കാണ്. അവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. പണ്ട് മരത്തിൽ നിന്നൊക്കെ കയറി പറിച്ചുകൊണ്ട് നിന്ന കണിക്കൊന്ന ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കൃഷ്ണൻകുട്ടി. പ്രോപ്പറായിട്ട് കണി വെക്കുന്നത് ഈ രീതിയിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കുറേ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു കണി ഒരുക്കിയത്. ആദ്യം തന്നെ തട്ടത്തിലേക്ക് കുറച്ച് പച്ചരിയും ഫ്രൂട്ട്സും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു. അതിനോടൊപ്പം തന്നെ കൃഷ്ണന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതും വെച്ചു. പിന്നെ കുറച്ച് പടുക്കയും വെച്ചു. വിഷുവിന് കണി കാണാൻ കോടിമുണ്ടും പൈസയും വേണം എന്ന് പറയുന്നത് കൊണ്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നേ. ആകെ 4-3-7 കണിക്കൊന്നയാണ് കിട്ടിയത്. അത് എല്ലായിടത്തും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എത്തിച്ചു. അപ്പത്തേനും തന്നെ അമ്മ കൃഷ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതും വെച്ചു. ധാന്യങ്ങൾ എന്തൊക്കെയോ വയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് അരിയും കടലയും ഉഴുന്നും പരിപ്പും ഒക്കെ വെച്ചിട്ട് ഞാനതങ്ങ് അഡ്ജസ്റ്റ്. നിങ്ങളുടെ ഒരുക്കങ്ങൾ എവിടെ എത്തി? എൻ്റെ വിഷുക്കണിയുടെ ഒരുക്കങ്ങൾ ഇതൊക്കെയാണേ.